സമാരംഭം സുഖനേ പറഞ്ഞു. ശക്തരാമവരെ കണ്ടു സർവതന്ത്രജ്ഞനാം വിധി സാമാന്യ യുദ്ധാന്തോരോന്നും തീർത്തുമോർക്കയായി. ശരിക്കവർക്കെന്ത് ബലമുണ്ടെന്ന് അറിയില്ല ഞാൻ. ബലവജ്ഞാനമാം നേരം യുദ്ധം മിച്ചവുമായി വരാൻ ദുഷ്ടരാം അധമത്തന്മാർ ഇവരെ സ്തുതി ചെയ്യലോ എൻ ദൗർബല്യത്തിൽ ഞാൻ തന്നെ കാണിക്കുന്നതുമായി വരും. അശ്രദ്ധ തെളിഞ്ഞെന്നാൽ ഒറ്റയ്ക്ക് നിവർന്നിലും അയോഗ്യം താൻ ദാനമെങ്ങ് ഭേദം ചെയ്യുവതും ഇങ്ങനെ ശേഷം തന്മേൽ പള്ളികൊള്ളും ഈ വിഷ്ണുവെ ഉണർത്തുവാൻ ചതുർഭുജൻ മഹാവീരൻ ഇവനാർത്ഥികൾ തീർത്തിടും. ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ചു പത്മനാളം ഗമിച്ച് അജൻ ദുഃഖം കിടക്കും. ശ്രീ വിഷ്ണു തന്നെ ശരണമാക്കിനാൻ അനക്കനമീയ യോഗ നിദ്ര കൊള്ളും ജഗന്മയൻ ശ്രീനാരായണന് ബോധം വരുത്താൻ വിധി വാഴ്ത്തിനാൻ. ശ്രീ ബ്രഹ്മാവ് പറഞ്ഞു ദീനനാഥ ഹരി വിഷ്ണു സർവാസാചകൾപ്പതേ ഉണർന്നിനിക്കുക ഭക്താർത്ഥിഹരാവാമനാമാവതേ ആർക്കും തെറ്റുത്തനാവാതെ ഇന്നുള്ളിലായി വാഴും ചക്രഗതാഹസ്ത ദുഷ്ടനാശ മഹാവൃത സർവജ്ഞ സർവലോകേശ സർവശക്ത സുരേശ്വര വിനീതനും കാത്താളി വിശ്വംഭര വിശാലാക്ഷ പുണ്യശ്രവണകീർത്തന ജഗദ്യോനെ നിരാകാര സൃഷ്ടിസ്ഥിതി അന്ധകാരക മതം ചേർത്തുള്ളോനെ നയിക്കർ കൊല്ലാന്തയാകയാൽ സങ്കടം നീ അറിയുകയോ പ്രഭോ ആർത്തനായി നിനക്കായി പിടിച്ചു ധരിച്ചോ യോനിദ്രക്കടിപ്പെട്ടു പോയാൽ ഈ സ്പന്ദങ്ങൾ ഉണർന്നതയിലെ ഹരിപദാചിന്തിച്ചുകൊള്ളയാം. വിഷ്ണു നോദം ശക്തിക്കതീന് ഉണരിൽ ഇതുകൊണ്ടൊന്നും ചെയ്തതെന്താ ആർദ്ദനാമികൾ മതോദ്ധതന്മാരുടെ ദൈത്യന്മാർ കൊല്ലാനടഞ്ഞവർ ചെയ്വതെന്ത് ഏതു ഗതിയാകുന്നെനിക്ക് ഉള്ളാലിയും നിരൂപിച്ചിട്ടൊടുക്കും. ദൃഢചിത്തനായ ഏകാഗ്രഭാവം കൈക്കൊണ്ട് വാഴ്ത്തിന യോഗനിദ്രേ അനക്കും കൂടിയില്ലാതെ വിഷ്ണുവെ ബോധഹീനനായി ശക്തി